إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم قال إنما أشكو بثي وحزني إلى الله وأعلم من الله ما لا تعلمون. നമ്മുടെ ജീവിതത്തിൽ സുഖ ദുഃഖ അവസരങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. സന്തോഷവും സങ്കടവും ഉണ്ടാകാറുണ്ട്. വിഷമങ്ങളും സന്തോഷങ്ങളുമൊക്കെ പലരുമായും നമ്മൾ പങ്കുവെക്കാറുണ്ട്. പല സങ്കടങ്ങളും സന്തോഷങ്ങളും പങ്കുവെക്കപ്പെടുമ്പോൾ ആശ്വാസങ്ങൾ ലഭിക്കാറുണ്ട്. മഹാനായ താബിഈ പണ്ഡിതൻ ശുറൈഹുൽ ഖാളി അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ഒരിക്കൽ ഒരാൾ വരികയുണ്ടായി. ആ വന്ന വ്യക്തിയുടെ ദുഃഖങ്ങളും സങ്കടങ്ങളുമൊക്കെ ശുറൈഹുൽ ഖാളിയോട് പങ്കുവെക്കാൻ തുടങ്ങി. ഇത് കണ്ട ശുറൈഹുൽ ഖാളി ഈ പാവപ്പെട്ട മനുഷ്യനെ തൻ്റെ മാറിലേക്ക് അണച്ചുപിടിച്ചു. അദ്ദേഹത്തിൻ്റെ വിരലുകൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ നെറ്റിയിലും ആ പാവപ്പെട്ട മനുഷ്യന്റെ നെറ്റിയിലും ചുമലിലും തലോടിക്കൊണ്ട് ചില ഉപദേശങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹത്തോട് പറഞ്ഞു, യബ്ന അഖി ഇയ്യാക വശക്വ ലിഗൈരില്ലാ, അല്ലാഹു അല്ലാത്ത ആളുകളോട് വിഷമങ്ങളും ആവലാദികളുമൊക്കെ പങ്കുവെക്കുന്നത് സൂക്ഷിക്കുന്നത് നല്ലതാ. കാരണം ജനങ്ങൾ പല തരക്കാരാണ്. താങ്കൾ സങ്കടം പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ താങ്കളോട് സ്നേഹമുള്ളവരുമുണ്ടാകും, ഉള്ളിൽ താങ്കളോട് വിദ്വേഷം വെക്കുന്നവരുമുണ്ടാകും. അമ്മ സ്വദീഖ് ഫതുഹ്സിനു വഅമ്മൽ അദു ഫയശ്മതു ബിക്. താങ്കളോട് സ്നേഹം വെച്ചു പുലർത്തുന്ന ആളുകൾ, അവരോട് താങ്കളുടെ സങ്കടങ്ങളും വിഷമങ്ങളും പങ്കുവെക്കുമ്പോൾ അവർ ദുഃഖിക്കും. താങ്കളുടെ ദുഃഖത്തിൽ അവർക്ക് ദുഃഖമുണ്ടാകും. എന്നാൽ വഅമ്മൽ അദു, താങ്കളോട് ശത്രുത വെച്ച് പുലർത്തുന്ന ആളുകൾ, അവരോട് താങ്കളുടെ സങ്കടവും വിഷമങ്ങളും പങ്കുവെക്കുമ്പോൾ അവർ ഉള്ളിൽ സന്തോഷിക്കും. അതുകൊണ്ട് എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഉൻദുർ ഇലാ ഐനി ഹാദാ. ശുറൈഹുൽ ഖാളി പറയണം, ഉൻദുർ ഇലാ ഐനി ഹാദാ, എൻ്റെ ഈ കണ്ണിലേക്കൊന്ന് നോക്കൂ. ഫവല്ലാഹി മാ അബ്സർതു ബിഹാ ശഖ്സൻ വലാ ത്വരീഖൻ മുൻദു 15 സന. 15 വർഷമായിട്ട് എനിക്ക് ഒരാളെ കാണാനോ അതല്ലെങ്കിൽ ഒരു വഴി കാണാനോ ഈ കണ്ണുകൊണ്ട് സാധിച്ചിട്ടില്ല.
വലാകിന്നി മാ അഖ്ബർതു അഹദൻ ദാലിക് ഇല്ലാ അൻത ഫി ഹാദൽ വഖ്ത്. പക്ഷേ ഇന്ന് വരെ, ഈ ഒരു സമയം താങ്കൾ എന്നോട് പറയുന്നത് വരെ ഇത് ഞാൻ ഒരാളോടും പറഞ്ഞിട്ടില്ല, ഒരാളോടും എൻ്റെ ഈ സങ്കടം, എൻ്റെ ഈ വിഷമം ഞാൻ പങ്കുവച്ചിട്ടില്ല. അമാ സമിഅത ഖൗലൽ അബ്ദ് സ്വാലിഹ്, സ്വാലിഹായ ഒരു അടിമയുടെ വാക്ക് താങ്കൾ കേട്ടിട്ടില്ലേ? ഇന്നമാ അഷ്കൂ ബത്തി വഹുസ്നി ഇലല്ലാഹ്. മഹാനായ യഅഖൂബ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ പ്രിയ പുത്രൻ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ നഷ്ടപ്പെട്ട സാഹചര്യം, തിരോധാനം എന്നത് വലിയ സങ്കടമാണ്. ഒരു മാതാവിനും ഒരു പിതാവിനും എന്നുമല്ല, അല്ലാത്തവർക്ക് തന്നെ അസഹനീയമാണ്. നോക്കൂ നിങ്ങൾ, തന്റെ പ്രിയപ്പെട്ട യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്, യഅഖൂബ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് യൂസുഫിനെ നഷ്ടപ്പെട്ടപ്പോ ആ സങ്കടം മുഴുവനും അദ്ദേഹം ഇറക്കി വെച്ചത് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മുന്നിലാണ്. അദ്ദേഹത്തിന്റെ വിഷമത്തിന്റെ, സങ്കടത്തിന്റെ ആധിക്യം വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വബിയദ്ദത ഐനാഹു മിനൽ ഹുസ്ൻ ഫഹുവ കളീം. സങ്കടപ്പെട്ട് വിഷമിച്ച് കണ്ണുകൾ വെളുത്തുപോയി എന്ന്. ഖാല ഇന്നമാ അഷ്കൂ ബത്തി വഹുസ്നി ഇലല്ലാഹ്. ആ ആവലാദിയും ആ സങ്കടവുമൊക്കെ മഹാനായ യഅഖൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ഇറക്കി വെച്ചത് അള്ളാഹുവിന്റെ മുന്നിലാണ്. എന്റെ വിഷമം, എന്റെ ദുഃഖം ഇലല്ലാഹ്, അള്ളാഹുവിലേക്കാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് താങ്കൾ കേട്ടിട്ടില്ലേ എന്ന ഉപദേശം ശുറൈഹുൽ ഖാളി ഈ മനുഷ്യന് കൊടുത്തിട്ട് പറഞ്ഞത് ഫജഅലില്ലാഹ മഷ്കാക വമഹ്സനക ഇൻദ കുല്ലി നായിബ. എന്തൊരു വിപത്ത് വന്നാലും താങ്കളുടെ വിഷമം, താങ്കളുടെ ആവലാതി, അതൊക്കെ താങ്കൾ അള്ളാഹുവിലാണ് ഇറക്കി വെക്കേണ്ടത്. ഫഇന്നഹു അക്റമു മസ്ഊലിൻ വഅഖറബു മദ്ഉ. പ്രാർത്ഥിക്കുമ്പോ ഏറ്റവും താങ്കളോട് സമീപസ്ഥനായിട്ടുള്ളവൻ ആ റബ്ബാണ്. ചോദിക്കാൻ ഏറ്റവും നല്ലത്, കാര്യങ്ങൾ പറയാൻ ഏറ്റവും ഉത്തമം അത് റബ്ബാണ് എന്ന് ഉപദേശിക്കുകയാണ്. ഇത് നമുക്ക് കൂടിയുള്ള ഒരു പാഠമാണ്. പലരോടും നമ്മുടെ വിഷമങ്ങൾ പറയാറുണ്ട്, പക്ഷേ റബ്ബിനെ നമ്മൾ മറക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞത് നമുക്കറിയാം, ഖുൽ മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും. നിങ്ങളുടെ ദുആ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ റബ്ബ് നിങ്ങളെ പരിഗണിക്കുമായിരുന്നില്ല എന്നത്. കാരണം റബ്ബിന്റെ അടുക്കൽ ദുആഇനോളം പ്രാധാന്യമുള്ള ഒന്നും തന്നെയില്ല. ലൈസ ഷൈഉൻ അക്റമ അലല്ലാഹി തആല മിന ദുആ. ദുആഇനേക്കാൾ റബ്ബിങ്കൽ പ്രാധാന്യമുള്ള മഹത്തരമായ ഒന്നും തന്നെയില്ല. ചെറിയ കാര്യത്തിന് വേണ്ടി പോലും അള്ളാഹുവിനോട് തേടണമെന്നാണ്. കുട്ടിയായ ഇബ്നു ഉമറിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഉപദേശം അതാണ്. ഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. ചോദിക്കുമ്പോൾ അല്ലാഹുവിനോട് ചോദിക്കണം. സഹായം തേടേണ്ടത് അള്ളാഹുവിനോടാണ്. എങ്ങനെയാണ് ചോദിക്കേണ്ടത്? എങ്ങനെയാണ് റബ്ബിനോട് സഹായം തേടേണ്ടത്? വിശുദ്ധ ഖുർആൻ അതിന്റെ ആദാബുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റബ്ബിനോട് ദുആ ചെയ്യുമ്പോൾ, റബ്ബിനോട് കാര്യങ്ങൾ പറയുമ്പോൾ അതെങ്ങനെ പറയണമെന്നത് കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിന് ചില അദബുകളുണ്ട്. ഉദ്ഉ റബ്ബക്കും തദർറുഅൻ വഖുഫിയ. റബ്ബിനോട് ദുആ ചെയ്യേണ്ടത് തളർറുഓട് കൂടിയാണ്, ഖുഫിയത്തോട് കൂടിയാണ്, വിനയത്തോട് കൂടിയാണ്, ഗോപ്യമായിട്ടാണ്, രഹസ്യമായിട്ടാണ് റബ്ബിനോട് നമ്മൾ തേടേണ്ടത്. അതിന്റെ ഒരു അദബാണ് പറഞ്ഞത്. തളർറു ഉണ്ടാകണം, വിനയമുണ്ടാകണം, ഖുഫിയത്ത് ഉണ്ടാകണം, ഗോപ്യമായ നിലക്കാകണം. വലിയ മൈക്ക് കെട്ടി ദുആ സമ്മേളനങ്ങൾ നടത്തല്ല, സമ്മേളനങ്ങളിലൂടെ പ്രഖ്യാപിക്കല്ല, പിന്നെ ഖുഫിയത്തോടു കൂടിയാണ്. വിശുദ്ധ ഖുർആൻ അങ്ങനെ പഠിപ്പിച്ചത്. വദ്കുർ റബ്ബക ഫീ നഫ്സിക തളർറുഅൻ വഖീഫതൻ വദൂനൽ ജഹ്രി മിനൽ ഖൗലി ബിൽ ഗുദുവി വൽ ആസാൽ വലാ തകുൻ മിനൽ ഗാഫിലീൻ. വദ്കുർ റബ്ബക ഫീ നഫ്സിക. നിന്റെ റബ്ബിനെ നിന്റെ മനസ്സിൽ നീ സ്മരിക്കേണ്ടത് വിനയത്തോടു കൂടിയാണ്. വദൂനൽ ജഹ്രി മിനൽ ഖൗൽ. വാക്ക് ഉച്ചത്തിലാവാതെ ആകണം. വദൂനൽ ജഹ്രി മിനൽ ഖൗൽ ബിൽ ഗുദുവി വൽ ആസാൽ.
ദിക്ർ ദുആ സമ്മേളനങ്ങൾ വലിയ മൈക്ക് കെട്ടി ഉറക്കെ പറയല്ല. ഖുർആൻ പറഞ്ഞ അതിന് റബ്ബിനെ എങ്ങനെ സ്മരിക്കണം, എങ്ങനെ റബ്ബിനോട് ദുആ ചെയ്യണം, അതിന്റെ രീതിയാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തുകളിലൂടെ പഠിപ്പിക്കുന്നത്. ഗോപ്യമായിട്ടാണ്. നമ്മളും നമ്മുടെ റബ്ബും മാത്രം അറിഞ്ഞാൽ മതി. എന്നാൽ കൃത്യമായി റഹ്മാനായ റബ്ബ് നമ്മളിൽ അത് സ്വീകരിക്കും. അതുകൊണ്ട് തന്നെ ദുആ ചെയ്യുമ്പോൾ അള്ളാഹിനോട് ചോദിച്ചാൽ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു തആല നൽകും. ഉദ്ഉനി അസ്തജിബ് ലക്കും, എന്നോട് നിങ്ങൾ ദുആ ചെയ്യൂ. ആരാ പറഞ്ഞത്? വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിട്ടുണ്ട്. ഉദ്ഉനി അസ്തജിബ് ലക്കും, എന്നോട് നിങ്ങൾ ദുആ ചെയ്യൂ, നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകുമെന്നത് റഹ്മാനായ റബ്ബിന്റെ ഓഫറാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഒരിക്കലും അവൻ പറഞ്ഞത് ലംഘിക്കുകയില്ല. പക്ഷെ അതിന് ചില നിബന്ധനകളുണ്ട്, ചില ആദാബുകളുണ്ട്. ആ ആദാബുകൾ നമ്മൾ കാത്തു സൂക്ഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും റഹ്മാനായ റബ്ബ് നമ്മളിൽ അത് എത്രയും പെട്ടെന്ന് സ്വീകരിക്കും. അള്ളാഹുവിനോട് മാത്രമായിരിക്കണം നമ്മൾ ചോദിക്കേണ്ടത്. നാം ചോദിക്കുന്ന ചോദ്യം കാര്യകാരണ ബന്ധത്തിനപ്പുറത്തുള്ള ചോദ്യം, റഹ്മാനായ റബ്ബിനോടുള്ള ചോദ്യം, ദുആ എന്ന ഗണത്തിൽ വരുന്ന ചോദ്യം, അത് ആ റബ്ബിനോട് മാത്രമായിരിക്കണം. റബ്ബിന്റെ ഒരു സൃഷ്ടികളിലേക്കും വഴി മാറിപ്പോകാൻ പാടില്ല. തൗഹീദ് കൊണ്ട് നിറഞ്ഞ ഹൃദയമായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഏറ്റവും അത്യുത്കൃഷ്ടമായ നാമങ്ങൾ വെച്ചുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യുമ്പോൾ റഹ്മാനായ റബ്ബ് അത് സ്വീകരിക്കും. അത് അതിന്റെ ഒരു അദബാണ്. നമ്മുടെ പാപം പൊറുക്കാൻ നമ്മൾ ആവശ്യപ്പെടുമ്പോ ഗഫാർ, ഗഫൂർ, റഹ്മത്തിന് വേണ്ടി ചോദിക്കുമ്പോ റഹ്മാൻ, റഹീം, അന്നം ചോദിക്കുമ്പോ റസാഖ്, ഇങ്ങനെ ഓരോ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റബ്ബിന്റെ ഏത് നാമമുണ്ടോ വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ, ആ നാമം വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുക എന്നത്. അതുപോലെ തന്നെ റബ്ബിനോട് ദുആ ചെയ്യുമ്പോൾ റഹ്മാനായ റബ്ബിനെ നമ്മൾ ഹംദ് ചെയ്യേണ്ടതുണ്ട്. ഫുലാലത്ത് ബിൻ ഉബൈദ് റളിയല്ലാഹു അൻഹു പറയാണ്, ബൈനമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാഇദുൻ ഇദ് ദഖല റജുലുൻ ഫസല്ല, ഞങ്ങൾ പ്രവാചകന്റെ അടുക്കൽ ഇരിക്കെ ഒരാൾ വന്നുകൊണ്ട് ദുആ ചെയ്യാൻ, അല്ലാഹുമ്മ ഗഫിർലി വർഹംനി, അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ, എന്നോട് റഹ്മത്ത് കാണിക്കണേ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജിൽത അയ്യുഹൽ മുസല്ലി, വല്ലാത്ത ധൃതിയാണല്ലോ നീ കാണിച്ചത് എന്ന് അങ്ങനെ ദുആ ചെയ്ത വ്യക്തിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. എന്നിട്ട് അതിന്റെ അദബ് പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഇദാ സല്ലൈത ഫഖഅത്ത ഫഹ്മദില്ലാഹ് ബിമാ ഹുവ അഹ്ലുഹു വസല്ലി അലയ്യ തുമ്മ ദുഉ, അല്ലാഹുവിനെ സ്തുതിക്കുക, അല്ലാഹുക്ക് ഹംദ് ചെയ്യണം ആദ്യം, എന്നിട്ട് വസല്ലി അലയ്യ, എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലണം, എന്നിട്ട് ദുആ ചെയ്യുക എന്നതാണ്. മറ്റൊരു റിപ്പോർട്ടിൽ ഇദാ സല്ല അഹദുക്കും ഫൽയബ്ദ ബിതഹ്മീദില്ലാഹ് വസ്സനാഇ അലൈഹി, നിങ്ങളിൽ ഒരാൾ ദുആ ചെയ്യുമ്പോൾ അവൻ ഹംദ് കൊണ്ട് തുടങ്ങണം, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആലയെ പ്രകീർത്തിക്കണം. സുമ്മൽ യുസല്ലി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലണം. സുമ്മൽ യദ്ഉ ബഅദു ബിമാ ഷാ, പിന്നെ അതിനുശേഷം അവൻ ഉദ്ദേശിച്ചത് അല്ലാഹുവിനോട് ചോദിക്കണമെന്നാണ്. ثم صلى رجل آخر, മറ്റൊരാൾ വന്നുകൊണ്ട് ദുആ ചെയ്തു. بعد ذلك فحمد الله وصلى على النبي صلى الله عليه وسلم, മറ്റൊരാൾ വന്നിട്ട് ദുആ ചെയ്യാണ്, അല്ലാഹുവിനെ ഹംദ് ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്തപ്പോൾ فقال النبي صلى الله عليه وسلم അയ്യുഹൽ മുസല്ലി ഉദ്ഉ തുജബ്, ദുആ ചെയ്തോ ഉത്തരം നിനക്ക് നൽകപ്പെടും എന്ന് അദ്ദേഹത്തോട് പറഞ്ഞത് കാണാൻ കഴിയും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലേണ്ടതുണ്ട്. കുല്ലു ദുആഇൻ മഹ്ജൂബുൻ ഹത്താ തുസല്ലി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലാത്ത പ്രാർത്ഥന അത് തടയപ്പെടുമെന്നാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്ന ദുആ മൗഖൂഫും ബൈനസ് സമാഇ വൽ അർള്, ആകാശ ഭൂമികൾക്കിടയിൽ നിൽക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലാത്ത ദുആ അത് ആകാശ ഭൂമികൾക്കിടയിൽ നിൽക്കും. ലാ യസ്അദു മിൻഹു ഷൈഉൻ ഹത്താ തുസല്ലി അലാ നബിയിക്, അവിടുന്ന് അങ്ങോട്ട് കയറി പോവുകയില്ല പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലാത്തിടത്തോളം.
ഈ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണിത്. അതുകൊണ്ട് തന്നെ അത് റിപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞത് അത് മൗഖൂഫാണ്. അത് മൗഖൂഫാണെങ്കിലും പണ്ഡിതന്മാർ പറയുന്നത് അതിലുള്ള ഹുക്മ് അത് മർഫൂ ആണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്നതാണ് എന്നാണ്. മൻ അറാദ അൻ യസ്അലല്ലാഹ ഹാജ, അതുകൊണ്ട് ആരെങ്കിലും അള്ളാഹുവിനോട് ചോദിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഫൽയബ്ദ ബിസ്സലാത്തി അലൻ നബി, ഹംദ് ചെയ്ത് പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലി, സുമ്മ യസ്അലുഹു ഹാജതഹു, പിന്നെ അവന്റെ ആവശ്യം എന്താണോ അത് അല്ലാഹു സുബ്ഹാനഹു തആലയോട് അവൻ ചോദിക്കട്ടെ. സുമ്മ യുഖ്തിം ബിസ്സലാത്തി അലൻ നബി, പിന്നെ ആ ദുആ അവസാനിപ്പിക്കേണ്ടതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടായിരിക്കണം. കാരണം ഫഇന്നല്ലാഹ അസ്സ വജല്ല യഖ്ബലു സ്വലാത്തൈൻ വഹുവ അക്റമു മിൻ അൻ യദഅ മാ ബൈനഹുമാ, രണ്ട് സ്വലാത്തുകൾക്കിടയിൽ നമ്മൾ ചോദിക്കുന്ന കാര്യം അതിനെ തിരസ്കരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല അതൊരിക്കലും തന്നെ തിരസ്കരിക്കുകയില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ആ അദബ് നമ്മൾ കൃത്യമായും പാലിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇസ്തിഖ്ബാലുൽ ഖിബ്ല, ദുആ ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ഒരു അദബാണ് ഖിബ്ലക്ക് അഭിമുഖമായി ഇരുന്നു കൊണ്ട് ദുആ ചെയ്യുക എന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ലമ്മാ കാന യൗമു ബദരിൻ നളറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ മുശ്രിക്കീൻ, ബദറിന്റെ ദിവസം അങ്ങേയറ്റം പ്രശ്നസങ്കീർണമായ ഒരു സാഹചര്യം, പ്രതികൂലമായ ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തും ഇപ്പുറത്ത് നമുക്കറിയാം വളരെ തുച്ഛമായ ഒരു സംഘവും, മറുഭാഗത്ത് വഹും അൽഫുൻ ആയിരക്കണക്കിന് വരുന്ന ആളുകളുമുണ്ട്. ആ സന്ദർഭത്തിൽ ഫസ്തഖ്ബല നബിയുല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖിബ്ല, അല്ലാഹുവിന്റെ പ്രവാചകൻ ഖിബ്ലക്ക് അഭിമുഖമായി എന്നിട്ടാണ് ദുആ ചെയ്തത്. അതുപോലെ തന്നെ അതിലുള്ള ഒരു അദബാണ് കയ്യുയർത്തി ദുആ ചെയ്യുക എന്നത്. സുമ്മ മദ്ദ യദൈഹി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിലേക്ക് കയ്യുയർത്തി ദുആ ചെയ്തു. ഇന്ന റബ്ബക്കും തബാറക വ തആല ഹയ്യുൻ കരീം, അല്ലാഹു സുബ്ഹാനഹു തആല ലജ്ജിക്കുന്നവനാണ്. യസ്തഹി മിൻ അബ്ദിഹി ഇദാ റഫഅ യദൈഹി ഇലൈഹി അൻ യറുദ്ദഹുമാ സിഫ്റാ, റഹ്മാനായ റബ്ബിലേക്ക് ഉയർത്തിയ കൈകൾ വെറും കൈയോടെ മടക്കാൻ അല്ലാഹു ലജ്ജിക്കുന്നവനാണ്. കാരണം അവൻ ഹയ്യാണ്, അവൻ ലജ്ജയുള്ളവനാണ്. അതുകൊണ്ട് തന്നെ ആ നിലക്ക് അല്ലാഹുവോട് ചോദിക്കാൻ സാധിക്കുക എന്നുള്ളത്. പിന്നെ റബ്ബിനോട് ദുആ ചെയ്യുമ്പോൾ ഇതെനിക്ക് തീർച്ചയായിട്ടും എൻ്റെ റബ്ബ് ഉത്തരം നൽകുമെന്ന ദൃഢബോധ്യത്തോടു കൂടിയായിരിക്കണം ദുആ ചെയ്യുന്നത്. പലപ്പോഴും പലരും അങ്ങനെ ആകാറില്ല. ചിലർ ദുആ ചെയ്യുമ്പോൾ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന രൂപത്തിലാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഉദ്ഉല്ലാഹ് വ അൻതും മൂഖിനൂന ബിൽ ഇജാബ, നിങ്ങൾ അല്ലാഹുവോട് ദുആ ചെയ്യേണ്ടത് വ അൻതും മൂഖിനൂന ബിൽ ഇജാബ, ഇജാബത്ത് എനിക്ക് കിട്ടുമെന്ന ദൃഢബോധ്യത്തോടു കൂടി തന്നെ ആയിരിക്കണം ദുആ ചെയ്യേണ്ടത്. വഅലമു, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, അന്നല്ലാഹ ലാ യസ്തജീബ ദുആഅൻ മിൻ ഖൽബി ഗാഫിലില്ലാഹിൻ, അശ്രദ്ധമായ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ദുആ, ആ ദുആക്ക് ഉത്തരമില്ല, ആ ദുആക്ക് ഉത്തരം കിട്ടുകയില്ല. എൻ്റെ റബ്ബ് എനിക്ക് തീർച്ചയായിട്ടും ഞാൻ ഈ ചോദിക്കുന്നതിന് എനിക്ക് നൽകുമെന്ന ദൃഢബോധ്യത്തോടു കൂടിയായിരിക്കണം റബ്ബിനോട് ചോദിക്കേണ്ടത്. ഇദാ ദഅ അഹദുക്കും, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഇദാ ദഅ അഹദുക്കും ഫൽയഅസിം അൽ മസ്അല, നിങ്ങൾ റബ്ബിനോട് ദുആ ചെയ്യുമ്പോൾ ചോദിക്കുന്ന കാര്യം മനക്കരുത്തോടു കൂടി ചോദിക്കണം. വലാ യഖൂലൻ, പറയരുത് അല്ലാഹുമ്മ ഇൻ ശിഅത ഫഅഅതിനി ഫഇന്നഹു ലാ മുസ്തക്രിഹ ലഹു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അല്ലാഹുവേ നീ ഉദ്ദേശിച്ചെങ്കിൽ എനിക്ക് താ എന്ന് പറയരുത്. കാരണം അല്ലാഹുവിനെ നിർബന്ധിക്കാൻ ഒരാളുമില്ല. അതുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും ഇത് കിട്ടുമെന്ന ദൃഢബോധ്യത്തോടു കൂടി തന്നെയായിരിക്കണം റബ്ബിനോട് ചോദിക്കേണ്ടത്. ഈ നിലക്കുള്ള നമുക്കറിയാം, റഹ്മാനായ റബ്ബിനോട് ഒരു അടിമ ദുആ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ഖൈർ ഏതാണ് എന്നത് കൃത്യമായി അറിയുന്നവൻ റബ്ബാണ്. ഒരു പക്ഷേ നമ്മൾ ചോദിച്ച കാര്യം നമുക്ക് നൽകലാവുകയില്ല. ഖൈർ, നമ്മുടെ ഭാവി എന്താണെന്ന് കൃത്യമായി അറിയുന്നവൻ റബ്ബാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഖൈർ എന്താണോ അതിനനുസരിച്ചായിരിക്കും റബ്ബ് അതിനോട് പ്രതികരിക്കുക. ഒരു പക്ഷേ പെട്ടെന്ന് ഉത്തരം ലഭിക്കാം,
അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു വിപത്തിന് അല്ലാഹു മാറ്റിയേക്കാം, അതുമല്ലെങ്കിൽ പരലോകത്ത് സ്വർഗത്തിൽ വെച്ച് അതിന്റെ പ്രതിഫലം നമുക്ക് നൽകപ്പെട്ടേക്കാം. ഈ 3 രൂപത്തിലാണ് നമ്മുടെ പ്രാർത്ഥനക്ക് ഫലം ലഭിക്കുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ നിന്ന് ഹറാമ് നമ്മൾ ഒഴിവാക്കുക എന്നത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ, കുടിക്കുന്ന വെള്ളത്തിൽ, ധരിക്കുന്ന വസ്ത്രത്തിൽ, നമ്മൾ താമസിക്കുന്ന വീട്, നമ്മളുമായി ബന്ധപ്പെടുന്ന നമ്മുടെ സാമ്പത്തികമായ എന്തൊക്കെയുണ്ടോ അതിൽ ഹറാമിന്റെ അംശം കലരാതെ സൂക്ഷിക്കുക എന്നത് നമ്മുടെ ദുആ റബ്ബിങ്കിലേക്ക് ഉയരാൻ കാരണമാണ്. അവിടെ എന്തെങ്കിലും തടസ്സമായി നിൽക്കുന്നുണ്ടോ എന്നത് നമ്മൾ സ്വയം വിലയിരുത്തേണ്ട വിഷയമാണ്. നോക്കൂ, നിങ്ങൾ സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ബലഗനി അന്ന ബനി ഇസ്രാഈല ഖുഹിതു 7 സിനീന ഹത്താ അകലുൽ മൈതത മിനൽ മസാബിൽ. ഇസ്രായേലിയർക്ക് 7 വർഷം അങ്ങേയറ്റത്തെ ക്ഷാമം അവരെ പിടികൂടി. എത്രത്തോളം എന്നറിയാമോ? ഹത്താ അകലുൽ മൈതത്, ശവം ഭക്ഷിക്കുന്നത് വരെ, മിനൽ മസാബിൽ, വേസ്റ്റ് കൂനകളിൽ കിടക്കുന്ന ശവം വരെ ഭക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് അങ്ങേയറ്റത്തെ ക്ഷാമം അവരെ പിടികൂടി. വഅകലുൽ അത്ഫാൽ, കുട്ടികളെ വരെ ഭക്ഷിക്കുന്ന അവസ്ഥ അവർക്കുണ്ടായി. വകാനു കദാലിക യഖ്റുജൂന ഇലൽ ജിബാൽ, പർവ്വതങ്ങളിലേക്ക് അവർ പോയി. യബ്കൂന വയതലറഊന, അവർ കരഞ്ഞ് വിനയാന്വിതരായി റബ്ബിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഫഔഹല്ലാഹു അസ്സ വജല്ല ഇലാ അംബിയാഇഹിം, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല അവരിലെ അംബിയാക്കൾക്ക് വഹി കൊടുക്കുകയാണ്. എന്താ വഹി? ലൗ മശൈതും ഇലയ്യ ബിഅഖ്ദാമികും ഹത്താ തഹ്ഫാ റുക്ബുകും, നിങ്ങളിൽ ഒരാൾ നടന്ന് എന്നിലേക്ക് നടന്ന് അവന്റെ കാൽമുട്ട് വരെ തേഞ്ഞാലും ശരി, വതബ്ലുഗ ഐദിയകും അനാനസ് സമാ, നിങ്ങളുടെ കരങ്ങൾ മേഘം മുട്ടെ ഉയർത്തിയാലും ശരി, വതകില്ലു അൽസിനതകും അനി ദുആ, ദുആ ചെയ്ത് നിങ്ങളുടെ നാവുകൾ മടുത്താലും ശരി, ഫഇന്നി ലാ ഉജീബു ലക്കും ദാഇയ, ഒരിക്കലും നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നതല്ല. വലാ അർഹമു ലക്കും ബാക്കിയ, നിങ്ങൾ എത്ര കരഞ്ഞാലും ശരി നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യപ്പെടുന്നതല്ല. ഹത്താ തറുദ്ദുൽ മദാലിമ ഇലാ അഹ്ലിഹാ, നിങ്ങൾ അപഹരിച്ച സ്വത്ത് അതിന്റെ ഉടമക്ക് തിരിച്ചു കൊടുക്കുന്നത് വരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരിക്കലും തന്നെ ഉത്തരം ലഭിക്കുന്നതല്ല. ഫഫഅലു ഫമുതിറു മിൻ യൗമിഹിം, അവർ തിരിച്ചു കൊടുത്തപ്പോ അന്നത്തെ ദിവസം തന്നെ അവർക്ക് മഴ ലഭിച്ചു എന്ന് സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ജീവിതത്തിൽ റബ്ബുമായി ആകണം നമ്മുടെ ബന്ധം. നമുക്ക് പറയാനുള്ളത്, വിഷമവും സന്തോഷവും എല്ലാം റബ്ബുമായി പങ്കുവെക്കുമ്പോ ഈ പറഞ്ഞ ആദാബുകൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് റബ്ബിനോട് നമ്മൾ തേടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റഹ്മാനായ റബ്ബ് നമുക്ക് നൽകും. ആ നിലക്ക് കാര്യങ്ങൾ പറയുന്ന, റബ്ബുമായി ബന്ധം സ്ഥാപിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ റഹ്മാനായ റബ്ബ് നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹ് വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സഹോദരങ്ങളെ, സഹോദരികളെ, അല്ലാഹുവെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബിനോട് നമ്മുടെ കാര്യങ്ങൾ പറയുമ്പോൾ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പാലിക്കാൻ പറഞ്ഞ ആദാബുകൾ പാലിച്ചുകൊണ്ട് നമ്മളത് നിർവഹിക്കുമ്പോൾ റബ്ബിങ്കൽ അത് എത്രയും പെട്ടെന്ന് തന്നെ സ്വീകാര്യമാകും. അതോടുകൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് സമയം എന്നത്. റഹ്മാനായ റബ്ബ് നമുക്ക് ഉത്തരം നൽകുന്ന ചില സമയങ്ങളെ അറിയിച്ചു തന്നിട്ടുണ്ട്. ഉദാഹരണമായി ബാങ്കിനും ഇഖാമത്തിനും ഇടയിലുള്ള സമയം. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, അദ്ദുആഉ ലാ യുറദ്ദു ബൈനൽ അദാനി വൽ ഇഖാമ. ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള സമയം, അത് ആ സമയത്ത് ഒരു അടിമ റബ്ബിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് തള്ളപ്പെടുകയില്ല എന്നത് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും.
അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസത്തിലെ ഒരു പ്രത്യേക സമയം നമ്മൾ മുമ്പ് ഒരു ഖുതുബയിൽ സൂചിപ്പിച്ചതാണ്. ഇന്ന ഫിൽ ജുമുഅത്തി ലസാഅ, വെള്ളിയാഴ്ച ദിവസം ഒരു സമയമുണ്ട്. ലാ യുവാഫിഖുഹാ മുസ്ലിമുൻ യസ്അലുല്ലാഹ ഫീഹാ ഖൈറൻ ഇല്ലാ അഅതാഹു ഇയ്യാ. ആ സമയത്ത് ഒരു അടിമ എന്ത് ചോദിച്ചാലും അള്ളാഹു കൊടുക്കാതിരിക്കുകയില്ല എന്നതാണ്. ആ സമയത്തെ സംബന്ധിച്ച് പണ്ഡിതന്മാർക്കിടയിൽ പല അഭിപ്രായങ്ങളുമുണ്ട്. ഒരു സമയം ഉണ്ട് എന്നതാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സുജൂദ്, റബ്ബുമായി അഖറബുമായി യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ്, ഒരു അടിമ തന്റെ റബ്ബുമായി ഏറ്റവും കൂടുതൽ അടുക്കുന്ന ആ സന്ദർഭം, അത് റബ്ബിനോട് ചോദിക്കാനുള്ള അവസരമായി നമ്മൾ ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ രാത്രിയുടെ അന്ത്യയാമങ്ങൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അഖറബുമാ യകൂനു റബ്ബു മിനൽ അബ്ദി വജൗഫിൽ ലൈലിൽ ആഖിർ ഫഇൻ ഇസ്തതഅത അൻ തകൂന മിമ്മൻ യദ്കുറുല്ലാഹ ഫീ തിൽക സാഅ ഫകുൻ. ആ സമയത്ത് അള്ളാഹുവിനെ സ്മരിക്കുന്ന ആളുകളുണ്ട്, ആ കൂട്ടത്തിൽ നിനക്കാകാൻ സാധിക്കുമെങ്കിൽ ഫകുൻ, നീ ആയി തീരുക എന്ന് പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഈ സമയങ്ങളെ, ഇതുമല്ലാത്ത സമയങ്ങളുണ്ട്, പല സന്ദർഭങ്ങളിൽ നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ സമയങ്ങളെ തേടിപ്പിടിച്ചുകൊണ്ട് ഈ ആദാബുകൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് റബ്ബിനോട് നമ്മൾ തേടുമ്പോൾ എത്രയും പെട്ടെന്ന് റബ്ബ് നമുക്കത് ഉത്തരം നൽകും. ഇനി ഉത്തരം നൽകപ്പെടുന്ന ചില പ്രത്യേക സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങൾ നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ, ആ സ്ഥലങ്ങൾ കണ്ടെത്തുക, ഇപ്പോൾ മസ്ജിദുൽ ഹറാം, അതുപോലെ തന്നെ പ്രത്യേകമായി ഉത്തരം നൽകപ്പെടുന്ന ചില സ്ഥലങ്ങൾ, അവിടെ നമ്മൾ എത്താൻ സാധിക്കുമെങ്കിൽ ആ സ്ഥലങ്ങൾ കൂടി പരിഗണിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ഒന്നുകൂടി ഉത്തമമാണ്. അതുകൊണ്ട് ഈ ആദാബുകൾ പാലിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. റഹ്മാനായ റബ്ബ് നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വന്നു പോയിട്ടുള്ള വീഴ്ചകൾ റബ്ബ് പുറത്തു തന്ന് മാപ്പാക്കി തരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين.